Hi dears, it's me Adarsh. It's me Shanu from MS Solution. Yes. മക്കളെ നമ്മളങ്ങനെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മക്കളെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഏറ്റവും നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള എന്താ പറയുക സാറേ, അവസാനം വരെ വീഡിയോ ആണെന്നുള്ള. യെസ്, അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാളെ എക്സാമിൽ വരാൻ പോകുന്ന 20+ മാർക്കിന്റെ ചോദ്യങ്ങളും ആൻസറുകളുമാണ് ഈ ചുരുങ്ങിയ സമയം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓവറായിട്ട് സമയമൊന്നും വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. നാളെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് കിട്ടട്ടെ. ഓക്കെ, അടിച്ചു പൊളിച്ച് പഠിച്ചോളി. ആദ്യം എഡി സാർ എന്ത് ചെയ്തോളൂ, ആ 3ാമത്തെ ചാപ്റ്റർ എടുത്തോളി. പിന്നെ ഞാൻ 4ാമത്തെ ചാപ്റ്റർ എടുക്കാം. പിന്നെ STK കൊടുക്കാം. കാരണം വേറെ ഒന്നുമല്ല, പല മക്കൾക്കും 3ാമത്തെ 4ാമത്തെ ചാപ്റ്റർ കിട്ടാത്ത സ്കൂളുകൾ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പോകാണ്. മാഷെ സെറ്റ് ആക്കിക്കോളി. സെറ്റ് ബൈ. അപ്പോ എടാ മക്കളെ, നമ്മളിതാ 3ാം ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നോക്കി വരാം. അപ്പൊ നിങ്ങൾക്കറിയാലോ, നാളെ എക്സാം വരുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി എന്നൊന്നുമില്ല നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഈ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മക്കൾ ഇതാ റെഡി ആയിട്ടിരുന്നോ? ഞാൻ ഇതാ ഓരോന്നായിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. വാട്ട് ഈസ് കോൾഡ് ദ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ? പ്രകാശവൃത്തം എന്ന് പറഞ്ഞാൽ ഇത് മക്കളെ ഇമ്പോർട്ടന്റ് ആയുള്ള ചോദ്യമാണ്. ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള, അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ, 1 മാർക്കിനടക്കം, അതായത് നമ്മുടെ 1 വേർഡിലടക്കം ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് പ്രകാശവൃത്തത്തെ കുറിച്ച്, സർക്കിൾ ഓഫ് ഇലുമിനേഷൻ കുറിച്ച്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ തന്നിട്ട്, ഒരു ചിത്രം തന്നിട്ട് എന്ത് ചെയ്യാം, ഈ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ ചോദിക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ രേഖയുടെ പേരെന്താണ് എന്നുള്ള ലൈൻ നിങ്ങളോട് ചോദിക്കാം. സംഭവം എന്താണ് നമുക്കറിയാം, പകലിനെയും രാത്രിയെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ്, ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ എന്ന് പറയാ. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ഡിഫറൻസ് ബിറ്റ്വീൻ പെരീലിയൻ ആൻഡ് അപ്ഹീലിയൻ അല്ലേ, സൗരസമീപവും സൂര്യോച്ചവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ ചോദിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരു കോറായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അത്. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് അത് പഠിക്കാതെ പോകരുത്. നമ്മൾ എന്തായാലും അത് പഠിച്ചിട്ടേ പോകാവൂ മക്കളെ. ഉറപ്പായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചിട്ട് പോകണം എന്ന് തന്നെ ഞാൻ പറയാൻ കേട്ടോ. സംഭവം ഇത്രയുള്ളൂ. ഈ ഒരു ഫോട്ടോ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഭൂമി ചുറ്റുന്നത് ദീർഘവൃത്തത്തിലല്ലേ അല്ലെ, ഒരു ദീർഘവൃത്താകൃതിയിലാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ നമ്മുടെ സണ്ണിനെ ചുറ്റുന്നത്, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. റവല്യൂഷൻ നമ്മൾ പറയാറുണ്ട് അതിന്. അപ്പൊ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് സൂര്യനും ഭൂമി എന്ത് ചെയ്യും, നല്ലപോലെ അടുത്തായിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് മറ്റൊരു വശത്തെ സമയത്തോ ഈ സൂര്യനും ഭൂമിയും വളരെ അകലെയായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പെരിഹീലിയൻ, സൗരസമീപകം എന്ന് നമ്മൾ പറയാ. ദൂരെ ഉണ്ടാകുന്ന സമയത്താണ് അപ്ഹീലിയൻ അല്ലെ, അതായത് സൂര്യോച്ചം എന്ന് നമ്മൾ പറയാം. സെറ്റ് ആണല്ലോ. അത് നടക്കുന്നത്, പെരിഹീലിയൻ നടക്കുന്നത് ജാനുവരിയിലാണ്. ഇനി അപ്ഹീലിയൻ, നമ്മുടെ സൂര്യോച്ചം നടക്കുന്നത് ജൂലൈയിലാണ്. ഇനി ആ കിലോമീറ്ററും കൂടി ഒന്ന് നോക്കി വെക്കുക. അതായത് ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞ കിലോമീറ്റർ എത്രയാണ്, 147 മില്യൺ കിലോമീറ്റർ ആണ്. ഇനി അതേ സമയത്ത് അകല, അത് ദൂരെയാണ് എന്ന് പറഞ്ഞ കിലോമീറ്റർ എത്രയാണ്, 152 മില്യൺ കിലോമീറ്റർ ആണെന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പൊ അത് സെറ്റായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. കമ്പയർ ദ സമ്മർ സോൾസ്റ്റിക് ആൻഡ് വിന്റർ സോൾസ്റ്റിക്. മക്കളെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. മക്കൾ നോട്ട് ചെയ്തോ, എസ്എ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസുകൾ ഏറെയാണ്. ഓർ ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഇതായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് എസ്എ ക്വസ്റ്റ്യൻ ഒന്ന് വരാൻ ചാൻസ് കൂടുതൽ ഇതായിരിക്കും. ഇത് പഠിച്ചു വെച്ചോ. ഗ്രീഷ്മ അയനാന്തരം ശൈത്യ അയനാന്തരം തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അങ്ങനെ 2 ഗുണം വരികയാണെങ്കിൽ അത് എന്തായിരിക്കും, അത് എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. എന്താണെന്നറിയോ, ഒന്ന് മാത്രം ചോദിക്കാം. അതായത് ഇവിടെ എന്തോ ചുവടെ നൽകിയിരുന്ന ചിത്രം നിരീക്ഷിക്കൂ അല്ലെ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ, വിച്ച് സോളിസ്റ്റിക് ഡസ് ഇറ്റ് റെഫർ ടു. അതായത് ഒരു ചിത്രം തന്നിട്ടുണ്ടാവും, അത് ഏത് സോളിസ്റ്റിക് ആണ്, അത് ഏത് അയനാന്തരാണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതണം. അപ്പൊ ചിലപ്പോൾ ചിത്രം തരാം, ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെ, ഇത് ഇങ്ങനെ ഒരു ചിത്രം തരാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ചിത്രം തരാം. ഏത് ചിത്രമാവും. പക്ഷെ അത് ചോദിക്കുക എത്ര മാർക്കിന് മാത്രമാണ്, 4 മാർക്കിന് മാത്രമേ അത് ചോദിക്കൂ. അല്ലെങ്കിൽ അത് 3 മാർക്കിനായിരിക്കും ചോദിക്കുക. ഇത്രയാണ് സംഭവം. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ 2 പഠിക്കുന്നതാണ് നല്ലത് അല്ലേ. സമ്മർ സോളിസ്റ്റിക് പഠിക്കുക, ഗ്രീഷ്മായനാന്തരം. എന്താ ഗ്രീഷ്മായനാന്തരം? വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. നിങ്ങൾ അഥവാ ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ, സൂര്യൻ എവിടെയാന്ന് നോക്കുക അല്ലെ. സൂര്യന്റെ സൂര്യരശ്മി എവിടെയാണ് കിട്ടുന്നത് നോക്കുക. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ, ഉത്തരാർദ്ധ ഗോളത്തിലാണെങ്കിൽ അത് എന്താണ്, സമ്മർ സോളിസ്റ്റിക് ആണ്, ഗ്രീഷ്മായനാന്തരാണ് അല്ലെ. ഇനി അതേ സമയത്ത് സൂര്യൻ നോക്കുക, സൂര്യന്റെ രശ്മികൾ സദേൺ ഹെമിസ്ഫിയറിലാണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ് അർത്ഥമാക്കുന്നത്, അത് ശൈത്യ
അയനാന്തരാണ് അല്ലെ, അല്ലെങ്കിൽ വിന്റർ സോളിസ്റ്റിക് ആണ് എന്നുള്ള കാര്യമാണ് അല്ലെ. അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി ഇതിന്റെ പ്രത്യേകത കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. നമ്മുടെ സമ്മർ സോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഡേ അല്ലെ, ഡേയുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ദിവസം, നമ്മുടെ പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും, കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും അല്ലെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ശൈത്യ അയനാന്തരത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ അവസ്ഥ, അവിടെ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും, രാത്രി കൂടുതലായിരിക്കും. ഇതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ മക്കൾ മനസ്സിലാക്കണം. സെറ്റാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നെക്സ്റ്റ്, ഇത് ചോദിക്കാനുള്ള വളരെ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് കേട്ടോ. അതായത് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡിഫറെന്റ് സീസൺ ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എനി ഓഫ് ദം. വിവിധ ഋതുക്കളുടെ പേരെഴുതി അവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സവിശേഷതകൾ എന്ത് ചെയ്യുക, വിശദമാക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ അവിടെ ചോദിച്ചത്, സീസൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ, ഋതുക്കളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എത്ര ഋതുക്കളുണ്ട് മക്കളെ, 4 ഋതുക്കളുണ്ട്. ആ 4 ഋതുക്കളെ പേര് പഠിച്ചു വെക്കുക. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വസന്തകാലം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല പൂക്കളും കായ്ക്കളൊക്കെ ഉള്ള ഒരു സമയം അല്ലേ, ആ ചിത്രം കണ്ടാൽ നമുക്ക് അറിയാം. ഇനി സമ്മർ, ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വെയിലുള്ള സമയം അല്ലേ, നല്ല വെയിലുള്ള, നല്ല ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയം, നല്ല ചൂടുള്ള സമയം. ഇനി ഓട്ടോമൻ, ശരത്കാലം എന്ന് പറഞ്ഞാൽ എന്താ, ഇലകൾ പൊഴിക്കുന്ന സമയം, വൃക്ഷങ്ങൾ എന്ത് ചെയ്യാണ്, ഷെഡ് ലീവ്സ് അല്ലേ, ആ ഇലകൾ പൊഴിക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓട്ടോമൻ ശരത്കാലം എന്ന് പറയുന്നത്. ഇനി വിന്റർ, ശൈത്യകാലം എന്ന് പറയുന്നതോ ദാ ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുന്ന സമയം, അല്ലെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വളരെ ലോ ആകുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് പറയാ, വിന്റർ, ശൈത്യകാലം എന്ന് നമ്മൾ പറയാ. അത് എന്ത് ചെയ്യാൻ മക്കൾ പഠിച്ചു വെക്കുക. ഇനി മക്കളെ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാനൊരു എസ്സേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു 3ാം ചാപ്റ്ററിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഒന്ന് അതായിരിക്കും. അല്ലെങ്കിൽ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ. ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, പ്രാദേശിക സമയം അല്ലെങ്കിൽ ഗ്രീനിഷ് സമയം എന്നിവ എന്ത് ചെയ്യുക, വിശദമാക്കുക അല്ലെ. പ്രാദേശിക സമയം, ഗ്രീനിഷ് സമയം അല്ലെ, അതായത് ലോക്കൽ ടൈമും ഗ്രീനിഷ് മീൻ ടൈമും എന്ത് ചെയ്യുക, വിശദമാക്കുക എന്നുള്ളതാണ് ചോദ്യം. ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ അതാ 2 കാര്യങ്ങളാണ് അവിടെ ആലോചിക്കേണ്ടത്. ഒന്നെന്താ, ഒന്ന് സൺ അല്ലെ, സൂര്യന്റെ സ്ഥാനം നമ്മൾ നോക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം അല്ലെ. രണ്ടാമത്തെ എന്താ, നിഴല് അല്ലെ, നിഴല് നോക്കുക, ഷാഡോ നമുക്ക് നോക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, നമ്മൾ പ്രാദേശിക സമയം കണക്കാക്കുന്ന കാര്യം മാത്രം അവിടെ മനസ്സിലാക്കിയാൽ മതി. ഇനി ഗ്രീനിഷ് മീൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രീനിഷ് സമയം എന്ന് പറഞ്ഞാൽ എന്താ, സംഭവം സിമ്പിളാ. പ്രാദേശിക സമയം എല്ലാവരുടെയും പല രീതിയിലായിരിക്കും അല്ലേ, പെട്ടെന്ന് ചേഞ്ച് ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു രേഖാംശത്തെ നമ്മൾ എന്ത് ചെയ്തു, സമയം കണക്കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ, അത് 0 ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ 0 ഡിഗ്രി എടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററിയുടെ കടന്നു പോകുന്ന ഒരു രേഖാംശത്തെയാണ്, ഒരു ലോങ്റ്റിറ്റ്യൂഡിനെയാണ്. കാര്യം മനസ്സിലായല്ലോ. ആ ലോങ്റ്റിറ്റ്യൂഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൈം മെറിഡിയൻ. മക്കളെ എന്താണ് വിളിക്കുക, പ്രൈം മെറിഡിയൻ. ആ പ്രൈം മെറിഡിയനിലെ സമയത്തെ, അവിടുത്തെ ലോക്കൽ ടൈമിനെ, പ്രാദേശിക സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെയും ചോദിക്കാം, അതൊരു 1 വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് പ്രൈം മെറിഡിയനിലെ ടൈമിനെ പറയുന്ന പേരെന്താണ്, പ്രാദേശിക സമയത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു, എന്താ, ഗ്രീനിച്ച് സമയം എന്നാണ് കേട്ടോ, ഗ്രീനിച്ച് മീൻ ടൈം എന്നാണ് അറിയപ്പെടുക. സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ്പ്ലെയിൻ വാട്ട് ടൈം സോൺസ് ആർ. സമയമേഖലകൾ എന്താണെന്ന് വിശദമാക്കുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സമയമേഖലകൾ എന്താ, സമയമേഖലകൾ ലോകത്തിനെ 1 മണിക്കൂർ വ്യത്യാസത്തില് 24 മേഖലകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ സമയമേഖലകൾ, ടൈം സോൺസ് എന്ന് പറയാ. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ് വ്യത്യാസം, 15 ഡിഗ്രി വ്യത്യാസമാണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇതാണ് ആ സംഭവം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോ. ഈ ഭാഗത്ത് തന്നെ ചോദിക്കാൻ മറ്റൊരു ചാൻസ് എന്താണെന്നറിയോ, അതായത് റഷ്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ സമയമേഖലയുള്ള സ്ഥലങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് റഷ്യയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ അല്ലെങ്കിൽ മാറ്റി മനസ്സിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ 1 വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ, വാട്ട് ഈസ് എ ലൈൻ ഷോൺ ദ പിക്ചർ ആൻഡ് ഹൗ ഡസ് എ ട്രാവലർ ക്രോസിംഗ് ദിസ് ലൈൻ ആൻഡ് ഗോയിങ് ഈസ്റ്റ് കൗണ്ട് ദ ഡേയ്സ് അല്ലേ. ചിത്രത്തിൽ കാണുന്ന രേഖ ഏതാണ്, ഈ രേഖ കടന്ന് കിഴക്കോട്ട് പോകുന്ന യാത്രികൻ അല്ലെ, യാത്രികൻ ദിവസം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഏതാ ഈ രേഖ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഏതാ ഈ രേഖ, നമുക്കറിയാം ഇന്റർനാഷണൽ അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് അല്ലെ, ഇന്റർനാഷണൽ ടൈം ലൈൻ ആണ് അല്ലെ, സോറി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് അല്ലെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് അല്ലെ. ഇത് എത്രയാ വരിക, ഇത് 150 ഡിഗ്രിയാണ് വരുന്നത് അല്ലെ, 150 ഡിഗ്രി. അതായത് ഗ്രീനിച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ലൈനാണ് 150 ഡിഗ്രി. ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിലൂടെ കിഴക്കോട്ട് പോകുന്ന ഒരാൾ, ഇത് കടന്നിട്ട് കിഴക്കോട്ട് പോകുന്ന ഒരാള് ഒരു ദിവസം നമ്മൾ കുറയ്ക്കണം അല്ലെ, ഒരു ദിവസം കുറയ്ക്കണം. വെസ്റ്റിലേക്ക് അല്ലെ, പടിഞ്ഞാറോട്ട് പോകുന്ന ആൾ എന്ത് ചെയ്യണം, ഒരു ദിവസം
കൂട്ടണം അല്ലെ, ഒരു ദിവസം എന്ത് ചെയ്യണം, കൂട്ടണം. ഇതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ യാത്രികൻ കിഴക്കോട്ടാ പോകുന്നത്, അപ്പൊ എന്ത് ചെയ്യണം, ഒരു ദിവസം കുറച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുക, ദിവസം കണക്കൂട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അത് സെറ്റാണല്ലോ. ഇനി എന്താ നമ്മുടെ ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ട് ഒരു ടൈം കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. ഒരു ടൈം കാൽക്കുലേഷൻ നിങ്ങളോട് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് പ്രഡിക്ഷൻ ആയിട്ട് തന്നെ മക്കൾ കൂട്ടിക്കോ, ഉറപ്പായിട്ടും 2026 എക്സാമിൽ, ഓണം എക്സാമിൽ നിങ്ങളോട് ഉറപ്പായിട്ടും ഒരു ടൈം കാൽക്കുലേഷൻ ചോദിച്ചിരിക്കും മക്കളെ. ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ടൈം കാൽക്കുലേഷൻ ഉറപ്പായിട്ടും മക്കളോട് ചോദിച്ചിരിക്കും, ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താ, ഗ്രീനിച്ച് മെറിഡിയനിൽ രാത്രി 8 മണിയാണ് അല്ലെ. എത്ര മണിയാണ്, 8 മണിയാണ്, 8 PM രാത്രിയാണല്ലോ. ഓക്കെ, ഇനി 30 ഡിഗ്രി കിഴക്കും 30 ഡിഗ്രി പടിഞ്ഞാറും ലോങ്റ്റിറ്റ്യൂഡിലെ ടൈമാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. ഞാനിവിടെ എഴുതി വെക്കുകയാണ്, 30 ഡിഗ്രി ഈസ്റ്റ് എഴുതി, 30 ഡിഗ്രി വെസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട 30 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണം എന്നുള്ള കാര്യമാണ്. അത് നമുക്കറിയാം, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 30 കൊണ്ട് 15 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് ഉത്തരം കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി, ഈസ്റ്റ് ആവുമ്പോൾ അല്ലെ, അതായത് കിഴക്കോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സമയം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതാ 8 മണിയുടെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 10 PM കിട്ടും. ഇതാണ് ആൻസർ. ഇനി 30 ഡിഗ്രി വെസ്റ്റ്, അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കുറയ്ക്കുക ചെയ്യേണ്ടത്. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 2 എന്ത് ചെയ്യാം, നമ്മൾ കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി, നമുക്ക് 6 കിട്ടും അല്ലെ. നമുക്ക് എത്ര കിട്ടും, 6 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സെറ്റ് അല്ലേ, 6 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ 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 യെസ് 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 ഓക്കെ, 6 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇതും PM തന്നെയായിരിക്കും കേട്ടോ. ഇതാണ് നിങ്ങൾ ടൈം കാൽക്കുലേറ്റർ ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ക്വസ്റ്റ്യൻസ്, മക്കളെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചോദ്യങ്ങളും. അപ്പൊ സെറ്റ് ആണല്ലോടാ. ഞാൻ ഇതാ നമ്മുടെ ഷനു സാറിനെ കൊണ്ട് വിളിച്ചാൽ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ നമ്മുടെ 3ാം ചാപ്റ്റർ കിഡിലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാക്കി. അപ്പൊ എന്റെ മക്കള് 3ാമത്തെ ചാപ്റ്ററിൽ മിസ്സാവില്ല. എസ് എ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ. ഓ മൈ ഗോഡ്, സെറ്റ്. അപ്പൊ ഒരു എസ് എ പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ ലൈവിൽ പറയും. സോ മക്കളെ മറക്കണ്ട, ലൈവിന്റെ സമയം എന്ന് പറഞ്ഞാൽ കൃത്യം ഏതൊക്കെയാണ്, വന്നു കഴിഞ്ഞാൽ ലോട്ടറിയാണ്. കാരണം ഇന്നലെ നമ്മൾ SLC തൂക്കിയില്ല മാഷെ, പറഞ്ഞ എല്ലാ ക്വസ്റ്റിനും അച്ചട്ട് വന്നു. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സും തൂക്കി ഉറപ്പായിട്ടും. കാരണം നമ്മൾ കുട്ടികളെ കമന്റ് ഇടാണ് ഫുള്ള് കറക്റ്റ് ശരി സിമ്പിൾ ആണ്. സോ നമ്മൾ തൂക്കും. ഇത് STK കൊടുത്താൽ ഇതിൽ സെറ്റ് ആക്കാൻ പറഞ്ഞാൽ ഓക്കെ മക്കളെ. നമ്മള് അതെ ഞാൻ തന്നെ യെസ്. പിന്നെ ഇതിന്റെ ഒരു 5-8 മിനിറ്റ് ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് തീരും മക്കളെ. ഒരു 5-8 മിനിറ്റ് കൊണ്ട് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ എന്റെ മക്കളിനോട് പറയും, മാഷേ ഇത് നമുക്ക് സ്കൂളിൽ എടുത്തിട്ടില്ലല്ലോ എന്ന്. മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. സ്കൂൾ എടുക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ക്വസ്റ്റ്യൻ മാറ്റി തരും. ഇനി ചില സ്കൂളുകൾ പകുതി എടുത്തിട്ടുണ്ടാവും, ചില സ്കൂളിൽ തീരെ എടുത്തിട്ടുണ്ടാവില്ല, ചില സ്കൂൾ അടിച്ചു മിനി സൂപ്പർ ഫാസ്റ്റ് ഫൈർ പോയിട്ടുണ്ടാവും. നമ്മളതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ എടുത്ത ആളുകൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഇതിന് ശേഷം 1-2 ചാപ്റ്ററുകൾ എടുക്കും, സെറ്റ് ആക്കി വെക്കാം. നോക്കിയോ, ബേസിക് എക്കണോമിക് പ്രോബ്ലം ആൻഡ് എക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ഇതാണ് നമ്മുടെ ചാപ്റ്റർ കണ്ടോ. ഷനുസറിന് സൂപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ട്, സെറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒരു മാർക്കിന് ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എന്താണോ, വിച്ച് ഈസ് നോട്ട് 1 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ 4 ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെ. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകത്വം. അതിൽ ഏതാണ്? ഭൂമിയുണ്ട്, തൊഴിലുണ്ട്, മൂലധനമുണ്ട്. പക്ഷെ ഇവിടെ ട്രാൻസ്പോർട്ട്, ഗതാഗതം ഇതിൽ പെട്ടതല്ല. ഇതാണ് ഇതിൽ ഉൾപ്പെടാത്തത്. നോട്ട് ഫോളോയിങ്. ഓക്കെ, ഇതിന്റെ ഒക്കെ റിവാർഡുകൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഒരു പക്ഷേ നമുക്കൊരു ചോദ്യം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഭൂമി അഥവാ ലാൻഡിന്റെ റിവാർഡ് അഥവാ പ്രതിഫലം എന്ന് പറയുന്നത് റെന്റ് അഥവാ പാട്ടമാണ്. ലേബർ അഥവാ തൊഴിലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് വേജ് അഥവാ വേതനമാണ്. മൂന്നാമത് ക്യാപിറ്റൽ, മൂലധനത്തിന്റെ പറയുന്നത് ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. ഓൺടർപ്രണർഷിപ്പ് അഥവാ സംരംഭകത്വം എന്താടാ? പ്രോഫിറ്റ് അഥവാ ലാഭമാണ്. ലാഭം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ മക്കളെ, പിടിച്ചോളി. ഫോണാണ്. ഓക്കെ സെറ്റ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങളും തമ്മിൽ വ്യത്യാസം എന്താ? സിമ്പിൾ ക്വസ്റ്റ്യനാ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് നീഡ്സ് ആൻഡ് കംഫർട്ട് നീഡ്സ് അല്ലെങ്കിൽ ഗ്രാറ്റിഫൈയിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലടാ. നീഡ്സ്, ആവശ്യങ്ങൾ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ടല്ലോ. ഒന്ന് നമുക്ക് നിർബന്ധമായിട്ട് കിട്ടണം, ചില നമുക്ക് കിട്ടിയാൽ സന്തോഷമാകും. അത് നിർബന്ധമായിട്ട് കിട്ടുന്ന ആവശ്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിക് നീഡ്സ്. ഉദാഹരണം ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എക്സ്പ്ലനേഷൻ ഒക്കെ രാത്രി ലൈവിലാട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് ചില ആവശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. കാരണം സ്വർണം, മേക്കപ്പ്, കാറ്, ബൈക്ക് അല്ലെ, സൈക്കിള്, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സന്തോഷമാവും. സോ അങ്ങനെയുള്ള സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിഫൈങ് നീഡ്സ് അല്ലെങ്കിൽ സന്തോഷദായക ആവശ്യങ്ങൾ അഥവാ തൃപ്തികരമായ ആവശ്യങ്ങൾ. നമ്മൾ ലൈവിൽ ക്ലിയർ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾ ചിത്രം വരച്ചൊക്കെ പറഞ്ഞ സാധനം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റുന്നത്? ആവശ്യങ്ങളുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക, ഉദാഹരണ സഹിതം വിശദീകരിക്കുക. കണ്ടോ, ഹൗ ആർ അവർ നീഡ് ഫുൾഫിൽഡ്? എക്സ്പ്ലെയിൻ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ് വിത്ത് എക്സാമ്പിൾസ്. മക്കളെ ആവശ്യങ്ങളുടെ സവിശേഷത എന്ന് പറയുമ്പോൾ 5 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഇത് 3 മാർക്കിന് നാളത്തെ എക്സാം പേപ്പറിൽ വരാൻ
പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താ? ഡൈവേഴ്സ് ആൻഡ് ഇന്യൂമറബിൾ. അത്രമാത്രം പഠിച്ചാൽ മതി. എന്താ? വൈവിധ്യപൂർണ്ണവും എണ്ണമറ്റതുമാണ്. രണ്ടാമത് മേ ബി റിപ്പീറ്റഡ്, അഥവാ ആവശ്യം വീണ്ടും ആവർത്തിക്കപ്പെടാം. അതേപോലെ എന്താ? നീഡ്സ് ഓൾസോ ചേഞ്ച്. ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം, ചെറിയ കുട്ടിയാൽ നമുക്ക് ചക്രവണ്ടി അഥവാ സൈക്കിൾ ആവശ്യം ഉണ്ടാവും. പക്ഷെ വലിയ കുട്ടിയാൽ നമുക്ക് ബൈക്കാൻ വേണ്ട, പിന്നെ സൈക്കിൾ നമ്മൾ പോവോ? ഇല്ല, അതിന്റെ മാറ്റം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെല്ലാം? ഏതെങ്കിലും ഒന്ന് വിവരിക്കുക. വാട്ട് ആർ ദ 3 ബേസിക് economic problem that country faces in relation to production process of goods and services? Describe anyone. മക്കളെ, നാളെ SSLC അല്ല, ക്ലാസ് 9 അല്ല, ക്ലാസ് 8 ആണ്. ക്ലാസ് 8 നിങ്ങളോട് നാളെ ഓണം എക്സാമിനേഷൻ ചോദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും മക്കളെ. ഇതില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇത് വരുന്നുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹു ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. മക്കളെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ്. നോക്കിക്കോ, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൽ എന്താണ് ആവശ്യം അതാ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വലിയ ചിത്രവരക്കാരായിട്ട് സിമ്പിൾ ആയിട്ട് ഇന്ത്യ വരക്കാട്ടോ. ആണോ, എന്തൊരു സ്പീഡാണ് കഴിഞ്ഞത്. നോക്കിക്കോ, നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ പ്രധാനമായിട്ട് നേരിടുന്ന സംഭവം ക്രൈസിസ്. എന്ത് ക്രൈസിസ്? ആ പട്ടിണിയാണ്. ഓക്കെ, ദാരിദ്ര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 2 സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മേക്കപ്പ് പ്രൊഡക്റ്റും ഉണ്ട്, ഒന്ന് ഫുഡ് ഐറ്റംസും ഉണ്ട്. നമ്മൾ ഇതിൽ ഏതാ ഏറ്റവും പെട്ടെന്ന് വാങ്ങുക? ആ രാജ്യത്തിന് ഇപ്പോൾ ആവശ്യം എന്താ? മേക്കപ്പ് ആണോ, ബൈക്കാണോ, കാറാണോ, ലോറിയാണോ? ഒന്നുമല്ല. ഇപ്പോൾ നമുക്ക് ഭക്ഷണമാണ്, ഫുഡാണ് ആവശ്യം. ഫുഡ് അല്ലെ? അപ്പൊ ഫുഡായിരിക്കും ഈ രാജ്യം എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുന്നത്. പോയി ശരിയൊക്കെ വളഞ്ഞു പോയല്ലോ. ഓക്കെ, ഇതായിരിക്കും ഈ രാജ്യം അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ രാജ്യത്തിന് എന്താണ് ആ സാഹചര്യത്തിൽ ആവശ്യം? അപ്പൊ അവിടെ ലഭ്യമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആ സാധനം ഉൽപ്പാദിപ്പിക്കും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താ ഉൽപ്പാദിപ്പിക്കേണ്ടത്? കിട്ടി. എങ്ങനെ ഉൽപ്പാദിപ്പിക്കേണ്ടത്? അവിടെ ഉള്ള മെഷീൻസും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്. ആർക്ക് വേണ്ടിയാണ്? ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആ 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. സോ ആ കാര്യം ചെയ്യാൻ എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ മക്കളെ പിടിച്ചോ. എന്താ? ലേബർ ഇന്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കിനെ കമ്പയർ ചെയ്യുക. അല്ലെ, തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും തമ്മിൽ എന്ത് ചെയ്യുക? താരതമ്യം ചെയ്യുക. ഇത് ഇമ്പോർട്ടന്റ്. ഒരു പക്ഷേ 2 അല്ലെങ്കിൽ 4 മാർക്ക് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. പഠിക്കണം, സെറ്റാക്കി വെക്കണം. ഓക്കെ, ഇത് നോക്കിക്കോ. ലേബർ ഇന്റൻസീവ് ടെക്നിക് അഥവാ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് എന്ന് വെച്ചാൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും. ഇത് വളരെ സിമ്പിൾ. എന്താ അറിയോ? തൊഴിൽ എന്ന് പറയുമ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ അവർക്കായിരിക്കും പ്രയോറിറ്റി, മുൻഗണന. അതേപോലെ ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയുമ്പോൾ അവർക്കായിരിക്കും മുൻഗണന. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിന് എങ്ങനെ നമ്മൾ എഴുതാം? ഇങ്ങനെ ഒരു ബോക്സ് സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞു തരാൻ പോട്ടോ. ഓക്കെ, ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ലൈവിലുണ്ടാവുക. ലേബർ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ലേബർ കൂടുതലായിരിക്കും, മോർ ലേബേഴ്സ്, കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. എന്താ? ലേബർ കുറവാണ്, ലെസ് ലേബർ അഥവാ കുറഞ്ഞ തൊഴിലാളികൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാകുമ്പോഴും ഈ വലിയ സ്ഥലം കവർ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ മോർ ടൈം കൂടുതലാണ്. മൊത്തം പോയാലോ ടൈം കൂടുതലാണ് എന്ന് വെച്ചാൽ സമയം കൂടുതലായിരിക്കും. അപ്പൊ ഒരുപാട് മെഷീൻസ് ഉണ്ട്, തൊഴിലാളികൾ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തേ കാര്യം? യെസ്, ഇവിടെ ടൈം കുറവായിരിക്കും. ഇത് രണ്ടും നമ്മൾ എന്തിനടിസ്ഥാനത്തിലാണ്? ലേബറിന് വെച്ചോണ്ട് ചെയ്തു. നമ്മൾ ക്യാപിറ്റലിലേക്ക് പോകുന്നു. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ക്യാപിറ്റലിനായിരിക്കും ഇവിടെ പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പോൾ മോർ ക്യാപിറ്റൽ അഥവാ മൂലധനം കൂടുതലായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ലെസ് ക്യാപിറ്റൽ അഥവാ മൂലധനം കുറവായിരിക്കും. ഇനി നമ്മൾ ക്യാപിറ്റൽ അഥവാ മൂലധനം മെഷീൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടെക്നോളജികളല്ലേ. അപ്പൊ ടെക്നോളജി മോർ ടെക്നോളജി, സാങ്കേതിക വിദ്യ കൂടുതലായിരിക്കും. ലെസ് ടെക്നോളജി, സാങ്കേതിക വിദ്യ കുറവായിരിക്കും. സംഭവം നൈസാണ്, അടിപൊളിയാണ്, സെറ്റാണ്, സൂപ്പറാണ്, കിടിലനാണ്. കണ്ടോ? ശരത് സാർ വെറുതെ തരുമോ? ഇനി നമുക്ക് ഒരു മാർക്കിന് ചോദിക്കാൻ വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് അഥവാ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ ഒഴിച്ചു വിട്ടാൽ പൂരിപ്പിക്കുക എന്ന് പറയുന്ന സാധനങ്ങൾ. അത് ഇങ്ങനത്തെ സാധനമാണ് പറയാ. വെസ്റ്റേൺ ചിന്തകർ അഥവാ വെസ്റ്റേൺ എക്കണോമിക് തിങ്കേഴ്സിനെ കുറിച്ചിട്ട് ഞാനൊരു ടേബിൾ ആക്കി. ഈ ടേബിളിന്റെ മക്കൾ പഠിച്ചിട്ടേ പോകാവൂ. കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും ഇവിടുന്ന് ചോദിച്ചിരിക്കും. ഓക്കെ, ഒന്നെന്താണ്? ആഡം സ്മിത്ത് ആണ്. മൊത്തത്തിൽ പോയല്ലോ. ഓക്കെ, ആഡം സ്മിത്ത് എന്താ? സയൻസ് ഓഫ് വെൽത്ത്. കണ്ടോ? ആഡം സ്മിത്ത് സയൻസ് ഓഫ് വെൽത്ത്. ഒരു ഇതിലെ സ്മിത്ത് വെൽത്ത് ആ സംഭവം. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രമാണ്. ആ സംഭവം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, രണ്ടാമത്തേതാ ആൽഫ്രഡ് മാർഷൽ, വെൽഫെയർ എക്കണോമിക്സ്. ആൽഫ്രഡ് വെൽഫെയർ കണ്ടോ? ആ സാധനം എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വെക്കുക. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രമാണ്. മൂന്നാമത്തെ ലയണൽ മെസ്സി അല്ല, ലയണൽ റോബിൻസൺ ആണ്. ഹ്യൂമൻ വാൻസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ലയണൽ മെസ്സി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കഴിവുള്ള ആളല്ലേ. അപ്പൊ ലിമിറ്റഡ് എഡിഷൻ എന്നല്ല നമ്മൾ പറയാ, വളരെ കുറച്ചുണ്ടാവുള്ളൂ. ലിമിറ്റ്. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക? യെസ്, ലിമിറ്റഡ് റിസോഴ്സസ്. ആ സംഭവം മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും. അടുത്തെന്താ? ഡേവിഡ് റിക്കാർഡോ തിയറി ഓഫ് റെന്റ്. റിക്കാർഡോന്റെ
റെന്റ്, റിക്കാർഡോന്റെ റെന്റ്. റെന്റ് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്കറിയാം വാടക എന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഇതിന് പഴയ കാലത്ത് ആൾക്കാർ എന്താ വിളിക്കുക, പാട്ടത്തിന് സ്ഥലം എടുക്കാതെ പറയും. പാട്ട നമ്മൾ കുളിച്ചിന് കോപ്പയെ പാട്ടൊന്നും ഇല്ല കേട്ടോ. പാട്ടം എന്ന് പറഞ്ഞാൽ പാട്ടുമല്ല, പാട്ട എന്ന് പറഞ്ഞാൽ റെന്റ് ആണ്. പാട്ട സിദ്ധാന്തമാണ് അവതരിപ്പിച്ചത് കാൾ മാർക്സ്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. മാത്സിൽ എന്തായാലും നമുക്ക് വാല്യൂ കണക്കാക്കേണ്ടി വരും, മൂല്യം കണക്കാക്കേണ്ടി വരും. യെസ്, മിച്ച മൂല്യ സിദ്ധാന്തമാണ്. ക്ലിയർ, സെറ്റ് ആണ്. ജെഎം കൈനസ് അഥവാ തിയറി ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഗവൺമെന്റിന്റെ ഇടപെടലുകൾ സിദ്ധാന്തമാണെന്ത്? യെസ്, കൈനസ് ഉള്ളത്. ഇനി അവസാനം ജെ.എ. ഷുംപീറ്റർ, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ് അഥവാ സൃഷ്ടിപരമായ നശീകരണമാണ് കേട്ടോ. അതായത് മക്കളെ ഷുംപീറ്റർ, അത് നശിപ്പിക്കണമായിട്ടൊരു പേര് അല്ലേ, ഷുംപീറ്റർ, അതന്നെ നശീകരണം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നു. സോ സെറ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് എക്കണോമി ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? അതായത് സ്വാതന്ത്ര്യം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്? സ്വാതന്ത്ര്യാനന്തരം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ അഥവാ എക്കണോമി ഏതാണെന്ന് ചോദിക്കുന്നു. അതുപോലെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇക്കണോമി? ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ ഏതെല്ലാം? മക്കളെ നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കറിയാം ക്യാപിറ്റലിസം അല്ല, സോഷ്യലിസ്റ്റ് പിന്നെ ആരാ? ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വീകരിച്ച സാധനം മിക്സ്ഡ് എക്കോണമിയാണ് അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇത് രണ്ടും ചോദിച്ചിട്ടില്ലെങ്കിലും മക്കളെ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മുതലാളിമാർക്കാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതേ സമയത്ത് എന്താണ് സോഷ്യലിസ്റ്റ് എക്കോണമി പറഞ്ഞാൽ? അത് സോഷ്യലിസ്റ്റ് അഥവാ സോഷ്യലിസത്തിനായിരിക്കും എക്കോണമി, അത് സാമൂഹ്യ ജനങ്ങളുടെ വെൽഫെയർ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്ത സംഭവം എന്താണ്? മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ക്യാപിറ്റലിസ്റ്റിന്റെയും സോഷ്യലിസ്റ്റിന്റെയും നല്ല വശങ്ങൾ എടുക്കും എന്ന് വെച്ചാൽ മുതലാളിത്തത്തിന്റെയും അതേപോലെ തന്നെ സാമൂഹികമായ സോഷ്യലിസ്റ്റ് അങ്ങനെ തന്നെ വരിക. ഇതിൻ്റെയൊക്കെ നല്ല വശങ്ങൾ, ചീത്തത്തൊക്കെ നല്ല വശങ്ങൾ എടുക്കും. മുതലാളിത്തം എന്ന് പറയുമ്പോൾ മാക്സിമം ലാഭം ഉണ്ടാക്കണം. സോഷ്യലിസം പറയുമ്പോൾ എന്താ? യെസ്, മനുഷ്യർക്ക് വെൽഫെയർ, എന്താണ് നല്ല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. സംഭവം സെറ്റാണ്. അപ്പൊ അതിന്റെ സവിശേഷതകൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അപ്പൊ അതിൽ ഞാൻ 3 പോയിന്റ് തൽക്കാലം കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, 5 പോയിന്റുകൾ ഉണ്ട്, പക്ഷെ 3 കൊടുത്തിട്ടുണ്ട്. കാരണം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കാം, അതിന്റെ സവിശേഷതകൾ എന്താണെന്ന്. മിസ് ചെയ്യരുത്. എക്കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, അതായത് സ്വകാര്യ പൊതുമേഖലയുടെ സഹവർത്തിത്വം. സ്വകാര്യ മേഖല പ്രൈവറ്റ് ഏരിയകൾ ഉണ്ടാവും, പൊതു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഏരിയകൾ ഉണ്ടാവും. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള സംഭവമാണിത്. പ്രോഫിറ്റബിൾ ആൻഡ് സോഷ്യൽ വെൽഫെയർ ബിക്കം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലാഭം നല്ലോണം ഉണ്ടാക്കണം, നല്ല സാമൂഹിക ക്ഷേമം, സമൂഹത്തിന് നല്ലതായിരിക്കണം. ഇതാണ് പ്രധാന ലക്ഷ്യമായിട്ട് മാറുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റി, അതായത് മക്കളെ സാമ്പത്തിക പ്രവർത്തനത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇനി അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ മക്കളെ ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സെറ്റ് ആണ്, സൂപ്പർ ആണ്, അടിപൊളിയാണ്. എന്താണ്? വാട്ട് വേർ ദ എക്കണോമിക് ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ അമർത്യ സെൻ? മക്കളെ ഇവിടെ പല ആളുകളും നിസ്സാരാക്കിയിട്ട് ഒഴിവാക്കി വിടും. സോ അമർത്യ സെന്റെ ചിന്തകളെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അമർത്യ സെൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക ആശയങ്ങൾ എന്തായിരുന്നു? അതിന് ആരായിരുന്നു അമർത്യ സെൻ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ? മക്കളെ അമർത്യ സെൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ നോബൽ പ്രൈസ് നേടിയ ഒരു ആളായിരുന്നു, ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓക്കെ, ആ അമർത്യ സെന്റെ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ ആ 3 പോയിന്റുകളും എന്റെ മക്കൾ നോക്കി വെക്കണം. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എവിടെയാണ് മക്കളെ ഉണ്ടാവുക? ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് വന്നോ. നമ്മൾ ഫുൾ മാർക്ക് അല്ല, എ ഗ്രേഡ് അല്ല, A+ അല്ല, ഫുൾ മാർക്ക് അല്ല എന്നല്ലോ, ഫുൾ മാർക്ക് സെറ്റ് ആക്കി ഇതിന് മാറിപ്പോയതാ, കുഴപ്പമില്ല. ദെൻ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കണം. ഗാന്ധിജിയെ കുറിച്ച്, നമ്മൾ മഹാത്മാവ് അല്ലേ, ആ ഗാന്ധിജിയെ കുറിച്ച് ഒരു ആശയങ്ങളുടെ 3 ആശയങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇതും ഇമ്പോർട്ടന്റ് ആ. സോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് രാത്രി കൃത്യം 7:00 പഠിപ്പിച്ചു തരും. മക്കളെ വരാൻ മറക്കല്ലേ. അടുത്തായിട്ട് ആദ്യത്തെ 2 ചാപ്റ്റർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം ഒന്നോമനയായിട്ടുള്ള സ്പീക്കർ സർ വരുന്നുണ്ട്. സെറ്റാണ്. ടാബ് ഒന്ന് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതും കൂടി എടുക്കുന്നു. സൂപ്പർ ആയിട്ട് പഠിക്കുന്നു മക്കളെ. എന്താ പാട്ട്? മൂളൽ പാട്ടുണ്ടേ. സെറ്റ് ആക്കി. യെസ് മകളെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വേർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ദാറ്റ് ഹെൽപ്ഡ് യൂറോപ്യൻസ് ഇൻ ദയർ സീ വോയേജസ്? എന്താ അർത്ഥം മനസ്സിലായോ? സമുദ്രയാത്രകളിൽ യൂറോപ്യന്മാരെ സഹായിച്ച സാങ്കേതിക മാറ്റങ്ങൾ. എടി സാറേ, അത് ഷനൂപിന്റെ കയറ്റിയിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി. ഓക്കെ, തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ.
യെസ്, അതായത് സമുദ്രയാത്രകൾ നടത്തിയാണല്ലോ യൂറോപ്യന്മാർ ഏഷ്യയിൽ എത്തിയതാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്കോ എത്തിയിട്ടുണ്ട്. അതിനോലെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാ നമുക്കറിയാം. നല്ല അടിപൊളി ഷിപ്പ് ഓല് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ജോഗ്രഫിയെ കുറിച്ച് ഭൂമിശാസ്ത്രത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അതേപോലെ കോമ്പസ്, മാപ്പ് മേക്കിംഗ് അല്ലെ, ഭൂപട നിർമ്മാണം, ഇതിനും അതേപോലെ ദിശ കണ്ടെത്താൻ അറിയുന്ന ഉപകരണം ഇതൊക്കെ നിർമ്മിച്ചു. ഇങ്ങനത്തെ കുറെ സംഭവങ്ങളില്ലേ, ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സാർ പഠിപ്പിച്ചു തരും. രാത്രി കൃത്യം 7:30 മക്കൾ വന്നോ, ഇതന്നെയായിരിക്കും രാത്രി എന്ത് എനിക്കറിയില്ല. ഓക്കെ അപ്പൊ നോക്കി മക്കളെ, ഈ ഒരു സംഭവം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ? കൊളച്ചൽ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. എന്താ കൊളച്ചൽ യുദ്ധം? അല്ലെ, ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയിലെ തിരുവിതാംകൂറിൽ ഭരിക്കുന്ന മാർത്താണ്ഡവർമ്മനോട് ഏറ്റുമുട്ടി. അല്ലെ, ബ്രിട്ടീഷുകാരല്ല, ഡച്ചുകാർ. അല്ലെ, അതായത് ദ കൊളച്ചൽ വാർ ബിറ്റ്വീൻ ദ ഡച്ച് ആൻഡ് മാർത്താണ്ഡവർമ്മ ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അല്ലെ, അപ്പോൾ നോക്കി, ആ യുദ്ധത്തിൽ ഡച്ചുകാർ തോറ്റു, മാർത്താണ്ഡവർമ്മ ജയിച്ചു. അല്ലെ, അതായത് ഇങ്ങനെ തന്നെ നോക്കിക്കോ, ഒരു ഭാഗത്ത് മാർത്താണ്ഡവർമ്മ, മറുഭാഗത്ത് ഡച്ചുകാര്. മാർത്താണ്ഡവർമ്മ സഹായിച്ചത് ഏത് രാജ്യത്തിനെയാണ്? ബ്രിട്ടീഷുകാരെ. അല്ലെ, അങ്ങനെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. അവിടെ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും ജയിക്കുന്നു. കണ്ടോ, ദിസ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു എൻ ഇന്ത്യൻ റൂളർ. ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് ഏത്? കൊളച്ചൽ യുദ്ധം. 1741 ഇതൊക്കെ പഠിക്കാൻ കിടിലൻ ട്രിക്കുകൾ ഉണ്ട്. രാത്രി വാ മക്കളെ, അടിപൊളിയായിട്ട് സാറ് പറഞ്ഞുതരാം. നമ്മളെ ഫ്രീഡം ഓഫർ എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഏത് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ, അല്ല നമ്മളെ പ്രീമിയം ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, താഴെ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഒക്കെ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്തോളി. നല്ല വീഡിയോസും ഷോർട്സ് ഒക്കെ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് കിട്ടും കേട്ടോ. അടുത്ത് നോക്കി, വൈ ഡിഡ് ഇൻഡിക്കോ ഫാമേഴ്സ് ഇൻ ബംഗാൾ റിവോൾട്ടഡ് ഇൻ 1859? 1859 ബംഗാളിലെ നീലം കർഷകർ എന്തുകൊണ്ട് കലാപം നടത്തിയത്? കലാപം നടത്താനുള്ള കാരണം എന്താ? അല്ലേ, എന്താ? ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് forced the farmers അങ്ങോട്ട് നോക്കിട്ടോ. The British planters forced the farmers to cultivate the indigo plant. അല്ലെ, ബ്രിട്ടീഷുകാരായിട്ടുള്ള തോട്ടം തൊഴിൽ ഉടമസ്ഥർ എന്ത് ചെയ്തു? മുതലാളിമാര് നമ്മൾ ഇന്ത്യയിലെ കർഷകരോട് നീലം കൃഷി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടോ, ഇൻഡിക്കോ പ്രൊഡ്യൂസർ ഫ്രം ദ അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ദ ബ്രിട്ടീഷ്. അല്ലെ, ബ്രിട്ടീഷുകാർ പറയണത് അത് ഞങ്ങൾക്ക് മാത്രമേ നിങ്ങൾ തരാൻ പറ്റുള്ളൂ, വേറൊരു രാജ്യത്തിനും കൊടുക്കാൻ പറ്റൂല. നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ നീലം നമ്മൾ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ബ്രിട്ടീഷ് പെയ്ഡ് ലെസ്. അല്ലെ, ബ്രിട്ടീഷുകാർ കുറഞ്ഞ വില മാത്രമേ നീലത്തിന് തന്നുള്ളൂ. അപ്പോഴാണ് നീലം കർഷകർ എന്തായത്? ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. ചുരുക്കി പറഞ്ഞത് എത്ര ഉള്ളൂ. വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്, മനസ്സിലാക്കി വിസ്തരിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. ലൈവിൽ വന്നാൽ എന്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസ് സാറ് ഡിസ്കസ് ചെയ്ത് തരും. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇന്ന് രാത്രി ഏറെക്കന്നെ ലൈവിൽ വിശദീകരിച്ച് ട്രിക്കുകളോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്ത് തരും, സാർ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. നോക്കി അടുത്ത് നോക്കി, ഹൂ ആർ ദ പോളിഗാർസ്? നെയിം 2 ലീഡേഴ്സ് ഓഫ് ദ പോളിഗാർ റെബല്യൻ. അല്ലെ, പോളിഗാർമാരാരാ? തമിഴ്നാട്ടില് അല്ലെ ടാക്സ് കളക്ട് ചെയ്ത മിലിറ്ററി ലീഡേഴ്സ് ആയിരുന്നു ആര്? പോളിഗർമാർ. സൈന്യത്തിന്റെ തലവന്മാരായിരുന്നു, നികുതി പിരിക്കാൻ ചുമതലയുള്ള ആൾക്കാരായിരുന്നു. അല്ലെ, അതിൽ പോളിഗർമാർ 2 ആൾക്കാരുണ്ടല്ലോ, ഓരോ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം. മരുത്ത് പാണ്ഡ്യ, അതേപോലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അല്ലെ, വീരപാണ്ഡ്യനും മരുത്ത് പാണ്ഡ്യൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഒക്കെ സാർ വിശദീകരിച്ചു വരും. അതിനൊക്കെ ട്രിക്കുണ്ട്. രാത്രി വന്നോ ലൈവിൽ വന്നോ സെറ്റ് ആക്കൂട്ടോ. അടുത്ത് നോക്കി, ലിസ്റ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ടാക്സേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കുറെ നികുതി നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. ആ നികുതിന്റെ എന്താ പറയാ സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ബ്രിട്ടീഷുകാരെല്ലാം നടപ്പിലാക്കിയത് ഇത്തിരി ഉണ്ടാവില്ല. ഹൈ ടാക്സ് റേറ്റ്, ഉയർന്ന നികുതി നിരക്കാണ്. ഫാമേഴ്സിന് അത് അടക്കാൻ കഴിയൂല. അല്ലെ, വിളവ് എത്ര മോശമായാലും ക്രോപ്പ് ഡാമേജ് ആയാലും എന്ത് ചെയ്യണം, നികുതി കൊടുക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ സാറിനൊക്കെ പറഞ്ഞിരുന്നത് ആൻസർ എന്ത് ചെയ്യുക, രാത്രിക്കത്തെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധനം. ഒരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ, ബട്ട് ഡൽഹൌസി വന്നിട്ട് അത് നിരോധിച്ചു. അപ്പൊ രാജാക്കന്മാര് കുറെ ബുദ്ധിമുട്ടി. ആ സംഭവം കേട്ടോ. ഇതൊക്കെ വരച്ച് സാറ് പഠിപ്പിച്ചിരുന്നുണ്ട്. 7:30 വാ. അടുത്ത നോക്കി, ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യണം, ആൻസർ നമ്മൾ അവിടെ പ്രെഡിക്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ആൻസർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല മക്കളൊന്നും വിചാരിക്കരുത്, അത് മനസ്സിലായിട്ടില്ല ഒന്നും കരുതരുത്. നേരെ വാ ലൈവ് നമുക്ക് പൊളിച്ചെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, മാച്ച് ദ ഫോളോവിങ് വെന്യൂസ് ഓഫ് ദ 1857 റിവോൾട്ട് വിത്ത് ദ ലീഡേഴ്സ് ഹൂ ലെഡ് ദം. ഝാൻസി, കാൺപൂർ, ലക്നൗ. ഈ സ്ഥലങ്ങളിൽ ആരാ നേതൃത്വം കൊടുത്തത് 1857 കലാപത്തിന് എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം,
ഝാൻസി, കാൺപൂർ, ലക്നൗ ഇവിടെ നേതൃത്വം കൊടുത്ത ആൾക്കാർ പേരൊക്കെ പഠിക്കണം. അതിനൊക്കെ ട്രിക്ക് ഉണ്ട്. ട്രിക്കുകൾ കൊണ്ട് സാറ് ഇന്ന് രാത്രി 6 ആടും. ഉറപ്പാ. മക്കള് വന്നോ, നമ്മൾ പൊളിച്ചെടുക്കാൻ പോകും കേട്ടോ. നമ്മളവിടെ സെറ്റ് ആക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ റീസൺ ഫോർ ദ 1815 സൺ റിവോൾട്ടോ? 1857 കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ് 1857 കലാപത്തിന്റെ കാരണങ്ങൾ അല്ലെ? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അതിൽ നമുക്ക് പറയാൻ പറ്റും സബ്സിഡറി അലയൻസും, ഡോക്ട്രിൻ ഓഫ് ലാപ്സും, ദത്താവകാശ നിരോധനവും, സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? രാത്രി ഡിസ്കസ് ചെയ്യും. അതേപോലെ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സോൾജിയേഴ്സ്, ഇന്ത്യൻ പട്ടാളക്കാരുടെ അസംതൃപ്തി, ഇതൊക്കെ എന്താണ് 1857 കലാപത്തിന്റെ കാരണമാണ്. ഞാൻ അടുത്ത് നോക്കി ഡിസ്ക്രൈബ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കിട്ടൂർ റബല്യൻ. കിട്ടൂർ കലാപം നമുക്ക് അറിയാലോ. എന്താ? കിട്ടൂരത്തെ രാജാവ് എന്ത് ചെയ്തു? മരണപ്പെട്ടപ്പോ കിട്ടൂർ റാണി ചെന്നമ്മ അല്ലെ ഭരണം അയാൾക്ക് പകരം അല്ലെ അയാളുടെ ഭാര്യ എന്ത് ചെയ്യാണ്? രാജാവ് മരിച്ചു. അപ്പൊ ഭാര്യയുടെ പേരാണ് ചെന്നമ്മ അല്ലെ. ചെന്നമ്മ എന്ത് ചെയ്തു? ഒരു കുട്ടീനെ അഡോപ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. എന്തിന്? ആ രാജ്യം ഭരിക്കാം അല്ലെ. ആണല്ലേ രാജാവല്ലേ ഭരിക്കുള്ളൂ ഇന്ത്യയിൽ അന്ന്. അപ്പൊ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അത് തടഞ്ഞു. ബ്രിട്ടീഷുകാർ പറഞ്ഞു അങ്ങനെ ഒരാളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്തുണ്ട്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധനം വന്നിക്കണ്. അപ്പൊ ദത്തെടുക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അങ്ങനെ ചെന്നൈയും ബ്രിട്ടീഷുകാരും കലാപം നടക്കണം. അതാണ് കിട്ടൂർ കലാപം. ഇതൊക്കെ നല്ല രസത്തിൽ കഥരൂപത്തിൽ ചിത്രം വരച്ച് പഠിക്കാണ്ട് സാർ അതൊക്കെ എന്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്തിരാ ഇന്ന് രാത്രി എന്റെ മക്കൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഞാൻ 1857 കലാപത്തിന് ലിമിറ്റേഷൻസ് 2 മാർക്കിനോ 3 മാർക്കിനോ എന്തായാലും എന്ത് ചെയ്യടാ എക്സാമിന് ചോദിക്കും. അപ്പൊ 1857 കലാപത്തിന്റെ പരിമിതികൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം കേട്ടോ. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കുക. ഇനി അടുത്ത് നോക്കി ടുവേർഡ്സ് ദ നാഷണൽ മൂവ്മെന്റ്. എടാ ഈ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എക്സ്പ്ലെയിൻ ഹൗ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ദ റൈസ് ഓഫ് ഇന്ത്യൻ നാഷണാലിസം. നമ്മൾ ഇന്ത്യയിൽ ദേശീയത ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെ നമ്മളെ സഹായിച്ചത്? നമുക്കറിയാം ബ്രിട്ടീഷുകാർ പല ലക്ഷ്യങ്ങൾ കാരണമാണ് നമ്മൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം, പാശ്ചാത്യ വിദ്യാഭ്യാസം, വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സ്കൂള് അത് ഇവിടെ സ്ഥാപിച്ചത്. ബട്ട് അത് കിട്ടിയപ്പോൾ നമ്മൾ ഇന്ത്യക്കാരൊക്കെ എന്ത് ചെയ്തു? കോൺഷ്യസ് ഓഫ് ഡെമോക്രസി, ഫ്രീഡം, ഇഗാലിറ്റേറിയാനിസം, ഈക്വൽ ജസ്റ്റിസ്, സയന്റിഫിക് ടെമ്പർ അല്ലെ, സിവിൽ റൈറ്റ് അല്ലെ, ഇങ്ങനെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം ഇതിനെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവുന്നു. നമ്മളൊക്കെ ഐക്യപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ ദേശീയത ഉണ്ടാവുന്നു. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്നു അല്ലെ. ചുരുക്കി പറഞ്ഞ എങ്ങനെയാണ്? ബാക്കി എന്ത് ചെയ്യുക? ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്ററിന് എന്താ? ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ പ്ലേഡ് എ ഡിസിസീവ് റോൾ ഇൻ ജനറേറ്റിംഗ് നാഷണൽ കോൺഷ്യസ്നെസ് എമംഗ് ഇന്ത്യൻസ്. ഡിസ്കസ് വിത്ത് എക്സാമ്പിൾ ഫ്രം ദ പ്രസന്റേഷൻ. എന്താ പ്രശ്നം? നമ്മൾ പാഠത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ച്? സാഹിത്യങ്ങളും പത്രങ്ങളൊക്കെ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത ഉണ്ടാക്കാൻ വഹിച്ച പങ്കിനെ കുറിച്ച്. അത് എക്സാം എന്താ പറയാ വിശദീകരിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് ഇല്ലേ. നമുക്കറിയാം ഒരുപാട് സാഹിത്യകാരന്മാർ അന്ന് നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കണ്ടോ. ഓരോ പേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് എന്റെ മക്കളോട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടതും അതേപോലെ പത്രങ്ങളുടെ കാര്യങ്ങൾ, സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, ഇതൊക്കെ രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്നതാ. ഇതൊക്കെ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. ഇതേപോലെ തന്നെ എക്സാമിന് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടിട്ട് 2 മാർക്കിനോ 3 മാർക്കിനോ ഒരു ചോദ്യം ഉണ്ടാവും. അതെന്തേക്കാരും അറിയോ? ലിസ്റ്റ് ഔട്ട് ദ മേജർ സോഷ്യൽ റിഫോംസ് ഇനിഷ്യേറ്റഡ് ബൈ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? അയാൾ സതി നിരോധിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. ഈ ബോക്സ് ഇല്ലേ, ഇതാണ് പഠിക്കേണ്ടത്. രാത്രി വാ, സാർ എന്ത് ചെയ്തിരും 7:30 നമ്മളെ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ രാജാറാം മോഹൻ റോയിനെ പോലെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആരുമായി ബന്ധപ്പെട്ടത്? പണ്ഡിത രാമാബായി. ഫേമസ് വുമൺ റിഫോർമർ ആണ് ആര്? പണ്ഡിത രാമാബായി. സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്യ പരിഷ്കർത്താവാണ് പണ്ഡിത രാമാബായി. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും എന്താണ് 36 ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായാലും എന്താടാ ഒരു 3 മാർക്ക് ചോദിക്കും. കണ്ടോ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ. ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ആര്യമായുള്ള സമാജം ഉണ്ടാക്കിയതും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുക്തി മിഷന്, ശാരദാ സദൻ ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിന്, എപ്പോ, ആർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടടാ. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. എന്തേ കാര്യം? 1855 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ, എയിം, ഒബ്ജക്റ്റീവ്സ് എന്തായാലും ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് 3 മാർക്കിനോ 4 മാർക്കിനോ ഇന്ത്യ മക്കൾക്ക് ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവൂടാ. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയോ? നമ്മുടെ കോൺഗ്രസിന്റെ കുറെ ലക്ഷ്യങ്ങളുണ്ട്. എന്ത്? സിവിൽ സർവീസ് എക്സാം ഇവിടെ തന്നെ നടത്തണം. അതേപോലെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിക്കണം. ഇങ്ങനെ
യുണൈറ്റ്സ് ഓൾ പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ. അല്ലെ, ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുമിപ്പിക്കണം, അവർക്കിടയിൽ ഒരു കളക്റ്റീവ്നെസ് കൊണ്ടുവരണം, ഒരു ഐക്യം, യൂണിറ്റി കൊണ്ടുവരണം, ഐക്യം കൊണ്ടുവരണം. ഇതൊക്കെ കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. ഇതൊക്കെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ റിഫോം മൂവ്മെന്റിൽ നമ്മള് മറ്റേ രാജാറാം മോഹൻ റോയ്, പണ്ഡിത രമാബായി എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതേപോലെ 2 കപ്പിൾസ് ഉണ്ടേനും. അതിലൊന്നാണ് ജ്യോതിറാവ് ഫൂലെ, വേറെ ആളാണ് സാവിത്രിബായി ഫൂലെ. ജ്യോതിറാവുവിന്റെ വൈഫാണ് സാവിത്രിബായി. ഓ 2 ആളുടെയും കോൺട്രിബ്യൂഷൻ എക്സാമിന് ചോദിക്കൂട്ടോ. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്തായാലും 2-ൽ ഒരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക. പിന്നെ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ നേതാക്കന്മാർ ആരൊക്കെ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്ന് രൂപീകരിച്ചു അല്ലെ, 1885 ഡിസംബറിലാണ്. ഇതൊക്കെയാണ് എന്താ അന്നത്തെ നേതാക്കന്മാര്, എത്ര ആൾക്കാർ പങ്കെടുത്തു, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സാറിന്റെ മക്കളൊന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ എന്ത് ചെയ്യുന്നു, കഴിയുന്നു. ഇതോട് കൂടിയിട്ട് 2ാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ് മക്കളെ, കഴിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റോസി മിസ്സിനെ വിളിക്കാണ് മക്കളെ. റോസി മിസ് വരുന്നുണ്ട്. റോസി മിസ് ഇതപ്പം എന്ത് ചെയ്യുന്നു, ക്ലാസ്സിലേക്ക് വരും. മിസ്സേ, നമ്മൾ ഇനി പറയാൻ പോണ എത്രാമത്തെ ചാപ്റ്റർ മിസ്സേ? ഫിഫ്ത് ചാപ്റ്റർ. പല മക്കളും പറയേണ്ട എക്സാമിന് ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, എക്സാമിന് ഉണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തി അല്ലേ. ഫിഫ്ത് ചാപ്റ്റർ ഒരു പകുതി വരെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പല ആളുകളും പറയുന്നത്. എന്തായാലും ഫിഫ്ത് ചാപ്റ്ററിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്താ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ മക്കളെ? ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ, വളരെ പെട്ടെന്ന് ചെയ്യും. മിസ്സേ, ആൻസർ ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, നിന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട. ആൻസർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ലൈവിൽ വരാൻ പറയാ, ലൈവിൽ നമ്മൾ ആറാട്ട് നടത്തും. മിസ്സസ് ഇതൊന്ന് സെറ്റ് ആക്കിക്കോട്ടെ കേട്ടോ, ടാബു ഇതൊന്ന് റെഡി ആക്കിക്കോട്ടെ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്, പ്രഡിക്ഷൻ ആണ്. ഓക്കെ, അപ്പം നോട്ട് ക്ലിയർ ആയില്ല. ഓക്കെ, സ്ലൈഡ്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ അറിയണമെങ്കിൽ മിസ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ മിസ്സിനെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. റോസ് ജോസഫ് എന്നാണ് ഇൻസ്റ്റ ഐഡി കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ മിസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചാപ്റ്ററിലെ മെയിൻ ഹീറോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. ഇതാ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്? ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്താണ് ഉള്ളത്? ഓക്കെ, ആൻസർ അറിയാവുന്നവര് നമ്മുടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തോളുക. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? പാർട്ട് 3 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണുള്ളത്. ദെൻ അടുത്തത്, വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ലിസ്റ്റ് ഔട്ട് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേരും കൂടെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത് അല്ലേ. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സച്ച് റൈറ്റ്സ് ദാറ്റ് റെക്കഗ്നൈസ്ഡ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സ്റ്റേറ്റ്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നമുക്ക് ഉറപ്പ് തരികയും ചെയ്യുന്നതാണ് എന്താ ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 6 എണ്ണമാണുള്ളത് കേട്ടോ. അതിന്റെ പേര് എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇന്ന് വൈകിട്ടത്തെ ലൈവിലേക്ക് പോരുക. അപ്പൊ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, ദെൻ അതുപോലെ തന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 എണ്ണമാണ് ഉള്ളത്. അതിന്റെ പേര് എല്ലാവരും ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനെ പറ്റി എക്സ്പ്ലനേഷൻ വൈകിട്ടത്തെ ലൈവിലായിരിക്കും മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് എല്ലാവരും പറഞ്ഞിരിക്കണം. അപ്പൊ മാഗ്ന കാർട്ട, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു ജനറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ടയ്ക്ക് ശേഷം പിന്നീട് വന്ന എന്താണെന്ന് ഓർമ്മയുണ്ടോ? അറിയാവുന്നവർ ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തോളുക. ഇനി കൂടുതലൊക്കെ അറിയണമെങ്കിൽ വൈകിട്ട് നമ്മുടെ ലൈവിന് പോന്നോളുക. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ശേഷം, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉത്ഭവത്തിൽ ആദ്യമുള്ളതാണ് മാഗ്ന കാർട്ട. അതിനുശേഷം നമ്മുടെ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബിൽ ഓഫ് റൈറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബിൽ ഓഫ് റൈറ്റ്സ്, ദെൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദി ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ദെൻ അതിന്റെ ഏറ്റവും ലാസ്റ്റ് എന്താണെന്നുള്ളത്, എന്താണ് അതിന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതെല്ലാം ലൈവ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേരൊക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ആർ ട്രീറ്റഡ് ഈക്വലി ബിഫോർ ലോ ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് ദിയർ കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ. ജാതി, മതം, ലിംഗം ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒരുപോലാണെന്ന് ഉറപ്പ് തരുന്ന ഇതിൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റ്
റൈറ്റ് ആണ്, റൈറ്റ് ടു ഇക്വാളിറ്റി ആണോ, റൈറ്റ് ടു ഫ്രീഡം ആണോ, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണോ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണോ? അപ്പൊ ഏതാണ് നമുക്ക് എൻഷുർ ചെയ്യുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രീഡം ഇസ് ഗ്യാരണ്ടീഡ് അണ്ടർ ദി റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്ത് ഡീറ്റെയിൽസ് ലൈവ് പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് എൻഷുർ ചെയ്യുന്നതിൽ ഇതിൽ ഏതാണ് അതിൽ വരുന്നത്? റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻ ആണോ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണോ, റൈറ്റ് ടു ഫ്രീ മെഡിക്കൽ കെയർ, റൈറ്റ് ടു ഫ്രീ ഹൗസിംഗ്? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം നമുക്ക് എൻഷുർ ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിധത്തിൽ ഏതാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് അലോ സിറ്റിസൺസ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ ഓഫ് ദെയർ? നമുക്ക് ഏത് മതവും വിശ്വസിക്കാമെന്നുള്ള എൻഷുർ ചെയ്യുന്നത് ഏതാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതവിഭാഗങ്ങളിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിട്ട് വേണം എല്ലാവരും എക്സാമിന് പോകും. വെരി ഇമ്പോർട്ടൻ്റ്. മിസ് ഇവിടെ സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹൂ ഡിസ്ക്രൈബ്ഡ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ ഡിസ്ക്രൈബ് ചെയ്തതാണ് ആരാണെന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആരാണ്? നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ് മക്കളെ? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താണ് അത്? മെൻഷൻ ദ വേസ് ടു റീസ്റ്റോർ ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ ആൻസർ എന്താണ്? മെൻഷൻ ദ വേസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? മെൻഷൻ ദ വേസ്. 2 വേസ് ഉണ്ട്. ഹൈക്കോർട്ട് വഴിയും ഹൈക്കോർട്ടും സുപ്രീം കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? റിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുന്നത്. ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 റിസ്റ്റോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ത്രൂ റിറ്റ്. ഈ റിറ്റ് എന്നുള്ള പേര് അതെല്ലാവരും നോട്ട് ചെയ്തോണം. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിറ്റിലൂടെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എൻഷുർ ചെയ്യുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതെന്ന് പറയുന്നത്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റും ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ നോക്കിക്കുക, ഇവിടെ രണ്ടിടത്തും വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. കഴിഞ്ഞ വർഷത്തെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഓക്കെ മിസ് ആ ഏജ് കാറ്റഗറി കഴിഞ്ഞു, നിങ്ങൾ അതിന്റെ ഉള്ളിൽ വരുന്നതാണ്. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കമ്പൾസറി എഡ്യൂക്കേഷൻ നൽകണമെന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആവശ്യപ്പെടുന്നത്. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ വരുന്നത്. എന്നാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ചില ലാംഗ്വേജ്, കൾച്ചർ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുള്ളവരെ നമ്മൾ മൈനോറിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ആ മൈനോറിറ്റിക്ക് അവർക്ക് അവരുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളായിക്കോട്ടെ അതെല്ലാം പ്രചരിപ്പിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ നടത്താനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് എന്ത് വരുന്നത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ് അത് വരുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ആർ ദ മീൻസ് ഫോർ ദ മൈനോറിറ്റീസ് ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ദെയർ കൾച്ചർ ആൻഡ് ലാംഗ്വേജസ്. മെയിൻലി മൈനോറിറ്റീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റിനകത്ത് വരുന്നത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ചോദിക്കും. അതെല്ലാവരും നോട്ട് ചെയ്തോണം. പാർട്ട് 4 ആണ്. ഓക്കെ, പാർട്ട് 3യിൽ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എന്നാൽ പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത്. പാർട്ട് 4 അതിനകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ക്ഷേമരാഷ്ട്രമാണ്. വെൽഫെയർ ഓഫ് ദി നമ്മുടെ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആണ് മെയിനായിട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ആർട്ടിക്കിൾ 36 to 51 പാർട്ട് 4ലാണ് വരുന്നത്. എൻഷുറിംഗ് ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ സെക്ഷൻസ്. ഓക്കെ, എല്ലാ സെക്ഷൻസിന്റെയും വെൽഫെയർ ക്ഷേമം ഉറപ്പാക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മെയിനായിട്ട് ലിബറൽ ഐഡിയാസ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ്, ഗാന്ധിയൻ ഐഡിയാസ് എന്ന് പറഞ്ഞ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മളോട് ഡിഫറൻസ് ചോദിക്കും. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റിന്റെ പവറിനെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അങ്ങനെയല്ല, ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കമ്പൽ ചെയ്യുന്നു ഗവൺമെന്റിന്. ഓക്കെ, ദെൻ അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ് നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നാൽ അതെങ്ങനെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സമൂഹത്തിൽ എല്ലാവരുടെയും ക്ഷേമമാണ്. മെയിനായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് കേൾക്കുമ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ഓർക്കുക വേണ്ടത്? ക്ഷേമരാഷ്ട്രം. ഓക്കെ, ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാം. എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് അമെൻഡ് ചെയ്യാൻ വേണ്ടി
പറയുന്ന ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇറ്റ്സ് വെരി ഈസി അത് ചേഞ്ച് വരുത്താൻ വേണ്ടി. ഓക്കെ, ഇതൊരു പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് എൻഷുർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിയലൈസസ് ദി സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ അതാണ് എൻഷുർ ചെയ്യുന്നത്, ഡെമോക്രസിയാണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ വൈകിട്ട് നടക്കുന്ന ലൈവിലേക്ക് എല്ലാവരും പോരുക. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക. കാരണം പ്രഡിക്ഷൻ ലൈവാണ്, എക്സാമിന് തലേദിവസം പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ ഇന്ന് ലൈവിൽ പോന്നോളുക. ഇനി നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ സോഷ്യലിനെ പറ്റി ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം വന്നും മിസ്സിനെ ഇൻഫോം ചെയ്യാം. മിസ്സിന്റെ ഐഡിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പം താങ്ക് യു സോ മച്ച്.